ഹലോ. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല, നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻവില്ല വാങ്ങിക്കുകയും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷേ നമ്മൾ ആ ഭംഗി എപ്പോഴും നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ പൂവൊക്കെ കഴിയുമ്പോൾ നമ്മളത് പ്രൂണിങ് നടത്തേണ്ട ആവശ്യമാണ് അല്ലേ. അപ്പോൾ പ്രൂണിങ് നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോയി അതിന്മേൽ വലിയ രീതിയിലൊന്നും പൂവുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ആ പ്ലാന്റ് പോവാനും സാധ്യതയുണ്ട്. മഴ കൊള്ളാതെ വെക്കണം. നല്ലോണം മഴയത്ത് വെക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും അത് പ്രൂണിങ് നടത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് പൂവുണ്ടാവണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ എന്നെ കമ്പ് വെച്ചിട്ട് പിടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പ്രൂണിങ് നടത്തുന്നത് നമ്മുടെ റൂബി റെഡ് ഇല്ലേ, അതും നമ്മുടെ ചില്ലി ഓറഞ്ച്, ഫയറോപ്പല ഓറഞ്ചില്ലേ അത്. അപ്പോൾ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തത് നല്ലോണം നീണ്ടുപോയി. അത് തണലത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടി നീണ്ടുപോകും. നല്ലോണം വെയിലത്ത് വയ്ക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതൊക്കെ പൂവുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആദ്യമേ തന്നെ കട്ട് ചെയ്യാം. നമുക്ക് വലിയ കമ്പ് വെച്ച് പിടിപ്പിക്കണേക്കാളും നല്ലത് ഇതേപോലെ നമ്മൾ പ്രൂണിങ് നടത്തുന്ന ചെറിയ കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ വേര് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ നിറം നുള്ളി കളയുക കേട്ടോ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഞാനിപ്പോൾ മണ്ണിൽ തന്നെയാണ് സാധാരണ ഇതിൽ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മണൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മണൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം വാർന്നു പോവുകയും ചെയ്യും, നല്ലോണം വേര് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണിൽ വല്ലാണ്ട് കുത്തി കയറ്റരുത്. നമുക്കൊന്നൊരു കോല് കൊണ്ടോ അല്ലെങ്കിൽ കൈ വിരൽ കൊണ്ടോ ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ജോയിൻ്റ് ചെയ്ത് കറക്റ്റായിട്ട് മണ്ണ് പുറത്തേക്ക് വരാത്ത രീതിയിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഞാനത് നമ്മുടെ റെഡ് ചില്ലി ഇല്ലേ, ആ കമ്പ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പിടിക്കുകയും ചെയ്തു, നല്ല രീതിയിൽ നീണ്ടു പോയത്. അതെന്ന് വെച്ചാൽ ഷെയ്ഡിൽ വെച്ചിട്ട് മാറ്റി വെച്ചില്ലേ, അത് കാരണമാണ് ഇങ്ങനെ നീണ്ടു പോയെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ കമ്പ് ഒന്നും കൂടി കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രൂണിങ്ങൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് തണലത്ത് വെക്കുക കേട്ടോ. ഒരു 2 ആഴ്ച അതിൻ്റെ ഇങ്ങനെ ചെറിയൊരു ഇല വരുന്നത് വരെ നമ്മളത് ഏതെങ്കിലും തണലത്ത് വെക്കണം കേട്ടോ. ഞാൻ ചെടിച്ചട്ടിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് നനയ്ക്കുന്നതോടൊപ്പം അതിലേക്കും വന്നോളൂ. അതായത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റോണിയില്ലേ, അപ്പോൾ അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനിതൊക്കെ ചട്ടികളുടെ ഇടയിലൊക്കെയാണ് വെക്കുക. അപ്പോൾ അതിന് വെള്ളമാവും ചെയ്യും, നല്ല തണലും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻവില്ല നട്ടുപിടിപ്പിക്കും കേട്ടോ.